നമ്മളിപ്പോ ഫ്രീ ആയി. We get freedom. ഇനി അടിച്ചു പൊളിച്ചുള്ള ദിവസമാണ് ഇന്ന്. ശരിയാ, ടീച്ചേഴ്സും മാഷും ഇല്ലാത്തൊരു ഡേ, ഇൻഡിപെൻഡൻസ് ഡേ. അത് ശരിയാ, അവർ കൂടെ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഒരു നിയന്ത്രണമാ. ഇത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, യാതൊരു സ്വാതന്ത്ര്യവുമില്ല. കറക്റ്റ്. ഇനി നമുക്ക് അടിച്ചു പൊളിക്കണം, ശരിക്കും ഒന്ന് കറങ്ങണം. നല്ല മനോഹരമായ സ്ഥലം. നമ്മൾ സിറ്റിയിലായിരിക്കുമ്പോ സുന്ദരമായ സ്ഥലങ്ങളൊന്നും കാണാൻ കഴിയാതെ പോകുന്നു. ചുറ്റും കൂറ്റൻ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മതിലുകൾ. സ്കൂൾ വിട്ടാ ഹോസ്റ്റൽ, ഹോസ്റ്റൽ വിട്ടാൽ സ്കൂള്. മടുത്തു. എങ്ങനെയുണ്ട് എന്റെ പ്ലാനിങ്? ഇവിടേക്കുള്ള സജഷൻ? ഏറെ നാളായി ആഗ്രഹിക്കുന്നതാ ഈ കറക്കം. അതുകൊണ്ട് പപ്പയോട് കള്ളം പറഞ്ഞ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാൻ പറ്റി. ഞാൻ പഠിക്കാൻ ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞ പപ്പയോട് പണം മേടിച്ചത്. എന്തായാലും സംഗതി ഏറ്റു. ഇനി നമുക്ക് തീരെ സമയമില്ല. ഈവനിങ്ങിന് മുമ്പ് ഹോസ്റ്റലിൽ എത്തണം, അത് മറക്കരുത്. അത് ശരിയാ. അതിനു മുമ്പ് നമുക്ക് ഈ ഗ്രാമത്തിന്റെ സൗന്ദര്യം മുഴുവനും കാണണം. നമ്മുടെ ക്ലാസ് പഠിക്കുന്ന അഖിലിന്റെ വീട് ഇവിടെ അടുത്താ. അതെയോ? അവനിൽ നിന്നാ ഈ ഗ്രാമത്തെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. എന്ത് രസാ ഇവിടുത്തെ പച്ചപ്പ്. അഖിൽ ഒരു കാരണവശാലും അറിയരുത്. അറിഞ്ഞാൽ അവൻ ടീച്ചറോട് പറഞ്ഞ് ആകെ പ്രശ്നാക്കും. അല്ലേ ജോളി? ഇനിയിപ്പോ ഒന്നിനും സമയമില്ല. നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കണം. വാ, നമുക്ക് ആ ഭംഗിയുള്ള മൈതാനത്തേക്ക് പോവാം. മാരിമഴകൾ ചൊരിഞ്ചേ, ചെറുവയലുകളൊക്കെ നനഞ്ചേ, പൂട്ടിയൊരുക്കി അണിഞ്ചേ, ചെറുഞാറുകളൊക്കെ നനഞ്ചേ. മാരിമഴകൾ ചൊരിഞ്ചേ, ചെറുവയലുകളൊക്കെ നനഞ്ചേ, പൂട്ടിയൊരുക്കി അണിഞ്ചേ, ചെറുഞാറുകളൊക്കെ നനഞ്ചേ. കോമല ചെന്തിലമാല ചെറു കണ്ണമ്മ കാളികറുമ്പി, ചാത്തച്ചടയന്മാരെല്ലാം ചെറുവിച്ചികളെല്ലാരും വന്ന്. കോമല ചെന്തിലമാല ചെറു കണ്ണമ്മ കാളികറുമ്പി, ചാത്തച്ചടയന്മാരെല്ലാം ചെറുവിച്ചികളെല്ലാരും വന്നേ. മാരിമഴകൾ ചൊരിഞ്ചേ, ചെറുവയലുകളൊക്കെ നനഞ്ചേ, പൂട്ടിയൊരുക്കി അണിഞ്ചേ, ചെറുഞാറുകളൊക്കെ നനഞ്ചേ. 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 കണ്ടോ മാത്യു, ഞാൻ ഇതെല്ലാം കരുതിയിരുന്നു. ഇവിടുത്തെ കുളത്തെ പറ്റിയൊക്കെ അഖിൽ എന്നോട് പറഞ്ഞിരുന്നു.
അത് കൊള്ളാം. എന്തായാലും സമയം പോകുന്നത് അറിയുന്നതേ ഇല്ല. ശരിയാ, എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം ഇത്. ജയിലിൽ നിന്ന് റിലീസായ പോലെ. ദേ ജോൺ, ഫോൺ ബെല്ലടിക്കുന്നു. പതുക്കെ സംസാരിക്ക്. ഗൾഫിൽ നിന്ന് പപ്പയാ. പപ്പ, ഞാൻ ഹോസ്റ്റലിലാ. പഠിക്കുക. ഏയ്, ഇന്ന് ക്ലാസ്സില്ല. ശരി, ഞാൻ നൈറ്റില് പപ്പേനെ വിളിക്കാം. മാത്തു, രക്ഷപ്പെട്ടു. ആരും അറിഞ്ഞില്ല. ആരും അറിയാൻ പോകുന്നില്ല. ജോളി, നേരത്തെ വാങ്ങിയ ആപ്പിളൊക്കെ എടുക്ക്. നല്ല വിശപ്പ്. അത് കഴിച്ചിട്ടാവാ നെക്സ്റ്റ് പ്രോഗ്രാം. എനിക്കും അതെ. അത് ശരിയാ. ഈ പരിപാടിയുടെ കേഷ്യർ നമ്മുടെ ജോളിയാ. നിങ്ങൾ തന്ന പണം മുഴുവൻ എന്റെ പേഴ്സിലുണ്ട്. ആപ്പിൾ വാങ്ങിയതിനു ശേഷം ബാക്കിയുള്ള പണം എല്ലാം സേഫാ. പേഴ്സ് ശ്രദ്ധിക്കണം, അത് നഷ്ടപ്പെട്ട എല്ലാം തീർന്നു. ഞങ്ങളുടെ കയ്യിൽ ഒരു ചില്ലി കാശില്ല. പണം പോയാൽ പെട്ടത് തന്നെ ടൂറ് കൊളാവും. അല്ലേ ജോൺ? പിന്നല്ലാതെ ഹോസ്റ്റലിലെ ജീവിതം വല്ലാത്ത പോറാ. അടച്ചിട്ട ഒരു കിളിയെ പോലെ. ഒന്നിനൊരു സ്വാതന്ത്ര്യമില്ല. ഇന്ന് നമ്മൾ ശരിക്കും സ്വാതന്ത്ര്യം അനുഭവിച്ചില്ലേ? യാ, ഈ സൂപ്പർ ഗ്രീനിഷ് ലാൻഡ്സ്കേപ്പ് ആസ്വദിക്കാനും കഴിഞ്ഞു അല്ലേ? അതെ. എന്ത് രസാലേ ഇതൊക്കെ കാണാൻ. അതെ, നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ മിസ് ചെയ്തേനെ. വീട്ടിൽ നിന്ന് ജോളിയുടെ മമ്മിയാ. അതെയോ? എടുക്കണ്ട, 100 ചോദ്യമായിരിക്കും. അതിനൊക്കെ മറുപടി പറഞ്ഞ് മടുക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. നല്ല വിശപ്പാ. ഇന്ന് സമയം പോയത് അറിഞ്ഞില്ല. ആ ആപ്പിൾ ഇങ്ങ് എടുക്ക്. ഏയ്, കണ്ടിട്ട് അത്ര നല്ല ആപ്പിൾ ആണെന്ന് തോന്നുന്നില്ല. ഓ, വെരി ബാഡ് സ്മെൽ. ഇത് കൊള്ളില്ലെന്നേ. ചവറ്. എനിക്കെങ്ങും വേണ്ട. എങ്കിൽ കളഞ്ഞേക്ക്. ഞാൻ കളഞ്ഞേക്കാം. പോട്ടെ, എല്ലാം പോട്ടെ. കേറി വാ, കേറി വാ. ഒയ്യോ, ഇപ്പൊ വീണേനെ. കേറി വാ, കേറി വാ. എത്തിപ്പോയി. ഓ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. എത്ര ഉയരമുള്ള പാറയാ ഇത്. ഫോൺ എടുക്ക ജോൺ. ദേ രാജുവിന്റെ മമ്മിയാ. യോ, പ്രശ്നമായല്ലോ. മമ്മി അറിഞ്ഞു കാണുമോ? മമ്മി, ഞാൻ ഹോസ്റ്റലിലുണ്ട്. അതെ, പഠിക്കുക. ശരി ശരി, നാളെ എക്സാം ആണ്. പിന്നെ വിളിക്കാം. രാജു, ഫുഡ് മേടിക്കാൻ പോയിട്ട് ഒരുപാട് സമയമായല്ലോ. ഇതുവരെ കാണുന്നുമില്ല. എനിക്കാണെങ്കിൽ നല്ല വിശപ്പു. നമ്മൾ എറിഞ്ഞു കളഞ്ഞ ആപ്പിൾ കിട്ടിയിരുന്നെങ്കിൽ വിശപ്പടക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാ ഇത്രയും വിശപ്പ് അനുഭവിക്കുന്നത്. ജോളി, ഇനി നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല, ഞാൻ കംപ്ലീറ്റ് ക്യാഷ് രാജുവിന്റെ കയ്യിൽ കൊടുത്തു വിട്ടു, വിത്ത് പേഴ്സ്. വളരെ കഷ്ടായിപ്പോയി. കയ്യിലാണേ രൂപയില്ല. നല്ല വിശപ്പ്. എനിക്കും. ആപ്പിളൊക്കെ അഹങ്കാരം കൊണ്ട് കളഞ്ഞില്ലേ? ദേ ജോൺ, ഫോൺ. രാജു, നീ ഉടനെ വാ, ഞങ്ങൾക്ക് വിശക്കുന്നു. എന്തു പറ്റി? ഇനിയിപ്പോ എന്തു ചെയ്യും? എന്തു പറ്റി രാജുവിന്? ജോൺ, വിഷമിക്കാതെ കാര്യം പറ. അവന് ഒരു അബദ്ധം പറ്റിയെന്ന്. അവനെന്തെങ്കിലും? അവന്റെ കയ്യിൽ നിന്ന് പേഴ്സ് നഷ്ടപ്പെട്ടു പോയിന്ന്, പണവും. അയ്യോ ഈശോയെ, ഇനി എങ്ങനെയാ തിരിച്ചു പോകുന്നത്? എനിക്ക് വിശക്കുന്നു. ഒരു കടക്കാരനോട് സങ്കടം പറഞ്ഞപ്പോ അയാൾ ഒരു പാക്കറ്റ് ബ്രെഡ് മാത്രം കൊടുത്തെന്ന്. അവൻ അതുമായിട്ട് വരുന്നുണ്ട്. സമയം ഒരുപാടായി. ഉടനെ ഹോസ്റ്റലിൽ എത്തണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അഖിലിനെ വിളിച്ചാലോ? അവന്റെ വീട് ഇവിടെ അടുത്തല്ലേ? അയ്യോ, അത് വേണ്ട, അത് അപകടമാ. പിന്നെ എന്ത് ചെയ്യും? അഖിൽ ഇതറിഞ്ഞാൽ സ്കൂളിൽ അറിയൂ. ആകെ പ്രോബ്ലം ആവും. ഓ, ഒരു നശിച്ച ട്രിപ്പ് വേണ്ടായിരുന്നു. പാരന്റ്സിനെ ധിക്കരിച്ചതിനുള്ള ശിക്ഷ ഇത്.
ശരിയാ, ഞാൻ പപ്പയോട് കള്ളം പറഞ്ഞ പണം മേടിച്ചത്. അതിന് കിട്ടിയ ശിക്ഷയത്. ഇനി പരസ്പരം വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം അന്വേഷിക്കുക. നടന്നു പോകാനാണെങ്കിൽ ഒത്തിരി ദൂരമുണ്ട്. നല്ല വിശപ്പും. ജോണിന്റെ മൊബൈൽ ഇങ്ങെടുത്തേ. അതല്ലേ പറ്റിയത്, അതിന്റെ ചാർജ് തീർന്നു. എന്റെ മൊബൈലിലാണെങ്കിൽ വിളിക്കാൻ പൈസയില്ല. ശരിക്കും ചതി പറ്റി. ഓ, തടി കൊണ്ടുവരാൻ വണ്ടി വന്നിട്ട് എത്ര നേരമായി. ഓ, ഇതൊന്നും അവിടെ എത്തിക്കാൻ പണിക്കാർ വരാമെന്ന് പറഞ്ഞിട്ട് അവരെ കാണുന്നില്ലല്ലോ. ഞാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ചോ, വല്ലാത്തൊരു ദിവസം തന്നെ. ആ, ഇന്നിതെങ്ങനെങ്കിലും എത്തിക്കണം അവിടെ. ആ ആ ഓ ഓ ഓ ഓ. ചേട്ടാ, ചേട്ടാ, ഒരു ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? ഞാൻ എന്ത് സഹായം നിങ്ങൾക്ക് ചെയ്തു തരണ്ടേ? വീട്ടിൽ പോകാൻ പൈസ ഇല്ല. കുറച്ച് പണം തന്ന് സഹായിക്കണം. ടൂറ് വന്നതാ, പണം നഷ്ടപ്പെട്ടു. ദയവായി സഹായിക്കണം. ശരി, നിങ്ങൾക്ക് ആവശ്യമുള്ള പണം തരാം. പക്ഷെ നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. എന്തു സഹായം വേണമെങ്കിലും ചെയ്യാൻ സാർ. ഇവിടുന്ന് രക്ഷപ്പെടണം. ഈ തടി കഷ്ണം ഇതാ അവിടെ എത്തിക്കണം. അവിടെ എത്തിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം തരാം. ഓക്കേ സാർ, ഞങ്ങൾ റെഡി. എല്ലാരും പിടിച്ചോ, വാ, എന്നാ പിടിക്ക്. കള്ളം. അങ്ങനെ നമുക്ക് ഹോസ്റ്റലിൽ എത്താനുള്ള മുഴുവൻ പണമായി. നമ്മുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ അദ്ദേഹം കൂടുതൽ പണം തന്നു. ഇനി നമുക്ക് ഉഗ്രൻ ഫുഡ് കഴിക്കണം. അടിപൊളി ഷോപ്പിങ്ങും. ഇനി അതൊന്നും വേണ്ട. ഈ പണം അങ്ങനെ അനാവശ്യമായി ചെലവഴിക്കാൻ തോന്നുന്നില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഇത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം. അതിന് വളരെ വിലയുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിൽ എത്തണം. ശരിയാ, എത്രമാത്രം പണമാ ഈ യാത്രയിൽ നമ്മൾ അടിച്ചു പൊളിച്ചത്. അനാവശ്യമായി ഒരുപാട് പണം ചെലവഴിച്ചു, അല്ലേ മാത്യു? നമ്മൾ കൊള്ളില്ലെന്ന് പറഞ്ഞ് എറിഞ്ഞു കളഞ്ഞ ആപ്പിളെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ഞാൻ വിശന്നപ്പോൾ ആഗ്രഹിച്ചു. അത് ശരിയാ. ആവശ്യമില്ലാതെ ഒരുപാട് പണം നമ്മൾ ദുരുപയോഗം ചെയ്തു. അതെ. അതിന് കിട്ടിയ ശിക്ഷയാണിത്. എന്റെ മമ്മി എപ്പോഴും പറയും ഗൾഫിൽ കിടന്ന് മമ്മിയും പപ്പയും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ പറ്റി. ആ, നമുക്ക് തെറ്റുപറ്റി. ഇനി നമ്മൾ അനാവശ്യമായി പണമൊന്നും ചെലവഴിക്കരുത്. നമുക്ക് തെറ്റു തിരുത്താം. ഇപ്പോഴാണ് അധ്വാനത്തിന്റെ മൂല്യം മനസ്സിലാക്കിയത്. അതെ, ഭക്ഷണത്തിന്റെ വിലയും വിശപ്പും ഇപ്പൊ പൂർണ്ണമായും മനസ്സിലാക്കി. എന്തായാലും ഈ യാത്രയിൽ കുറെ നല്ല കാഴ്ചകൾ കണ്ടു. നല്ല കാഴ്ചകൾ മാത്രമല്ല നമുക്ക് ലഭിച്ചത്, കുറച്ച് അനുഭവങ്ങളും അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും വിലയും മനസ്സിലാക്കാൻ പറ്റി. ഒപ്പം വിശപ്പിന്റെയും. ഇനി നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകാം. കുറെ നല്ല അനുഭവങ്ങളുമായി, ഒരു നല്ല ദിവസത്തിന്റെ സ്മരണയോടെ. അതാ ബസ് വരുന്നു.